ഹായ് ഗായ്സ്, ഞാന് കോഴിക്കോട് നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഉമ്മക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കണ്. എൻ്റെ പപ്പ ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്. കക്ഷി കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്ത് പോവാണ്. ഇന്ന് നമ്മള് പോകുന്ന നാളെ അവിടെ എത്തും. ഉമ്മക്കെന്താ പറയാനുള്ളത്? മക്കൾ വന്ന് പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. എത്ര വലിയ നിന്നാലും നമുക്ക് ബോധി വരില്ല. പിന്നെ ഒലിക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയതല്ലേ, ഒരു പോകണ്ടേ. എത്ര നിന്നാലും ഒരാളവിടെ ഇരിക്കുന്നുണ്ട് ഭയങ്കര ടെൻഷനായിട്ട്. ഓ അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങാണ്. കക്ഷി വീഡിയോയിലാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ആണ് ഗായ്സ്. അപ്പോൾ ഇനി പോട്ടെ. കരയണക്ക് കരയുണ്ടാകുന്ന പോട്ടെ. പോയിട്ട് വരുമെന്ന് കരയല്ല. കണ്ട മോശം പോട്. പോട്ടെ പോട്ടെ, നമ്മൾ പോയിക്കാം. കേറാം, നമുക്ക് കയറിയിട്ട് തിരിക്കും. അല്ല ഫ്രണ്ട് കയറിക്കാം. അല്ല അവിടെ തിരിച്ച് പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ, അങ്ങനെ പോകുന്ന ആൾക്കാർക്കേ അതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാവുള്ളൂ. സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചെറിയും പോലെയാണ് ശരിക്കും അല്ലേ നമ്മൾ മറ്റുള്ളവർ വീട്ടിൽ പോയി കയറുന്നത്. അങ്ങനെ അവിടെ താമസിച്ച് തിരിച്ച് വരുമ്പോൾ ബാപ്പൻ്റെയും ഉമ്മൻ്റെയും കൂടെ കുറച്ച് നിന്നിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ വിഷമമല്ല, ബാപ്പനെയും ഉമ്മനെയും പിരിയുന്നതിൻ്റെ ഒരു അവരെ ഒറ്റയ്ക്കിട്ട് വരുന്നതിൻ്റെ ഒരു വേദന. അതൊരിക്കലും അതൊരു വല്ലാത്തൊരു വേദനയാണ് അല്ലേ. അതൊരു പെണ്ണിന് മാത്രമേ അറിയുള്ളൂ. ആ ഒരു വേദന അതൊരു സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. അത് പുരുഷന് അങ്ങനെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കും അങ്ങനെ. ഈ പെണ്ണിന് മാത്രമാണല്ലോ ഇങ്ങനെ പല വേദനകളും ഏർപ്പാടുകളും എല്ലാം വരുന്നത്. പുരുഷനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരു കുറ്റപ്പെടുത്തലുകളൊന്നല്ല, ഒരു അങ്ങനെയാണല്ലോ ഓരോ രീതികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി പോവാണ്. ഇനി എന്നാണ് തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ല. നമുക്കും നമ്മളതായിട്ടുള്ള ഓരോ ജീവിതങ്ങളുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടണം, അവരെ സ്കൂളിൽ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ. ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു ഇത് പോകണമെങ്കിൽ കുറേ ദിവസം ഇതിങ്ങനെ ബാപ്പൻ്റെയും ഉമ്മൻ്റെയും വിഷമം ഭയങ്കര അതൊരു വിഷമം തന്നെയാണല്ലേ. ഒരിക്കലും മാറുകയില്ല. സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. വാ ശരി.
ബാപ്പ നമ്മളെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചുമ്മാ വന്നതാണ്. പക്ഷെ അങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ ശരിക്കും മുഖത്തേക്ക് അങ്ങനെ നോക്കൂല, ഭയങ്കര സങ്കടം. അവരെ മുന്നിൽ നിന്ന് കരയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് അവർക്ക് അതിൽ വേറെ വിഷമമായിരിക്കുമല്ലോ. അതുകൊണ്ട് കരയാതെ പിടിച്ചു നിൽക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും പിന്നീട് കരച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് ദുഃഖം തന്നെ, വിഷമം തന്നെ ആയിരിക്കും. ഇത് മാറാൻ കുറേ സമയം എടുക്കും. മോളെ പിന്നെ വണ്ടി കയറിയാൽ ചിത്രം വരച്ചും കളറടിച്ചും അവളവളെ സമയം പോയിക്കൊണ്ടേയിരിക്കും. ഞാനതിലെന്തെങ്കിലും ഒരു ബുക്കോ കളർ പെൻസിലൊക്കെ എടുത്ത് കയ്യിൽ വെക്കും അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആകെ ബഹളമായിരിക്കും. എൻ്റെ പൊന്നോ, ഞങ്ങൾക്ക് കിട്ടിയത് മേലെ ആയിരുന്നു സീറ്റ്. അവിടെയാണെങ്കിൽ കിടക്കാനും പറ്റുന്നില്ല. ഞാനും മോളും ഉണ്ടല്ലോ ഒരു സീറ്റിൽ. എങ്ങനെയൊക്കെയോ ഞാൻ ഒരു 3 മണി വരെ ഒപ്പിച്ചു. പിന്നെ താഴെ ഇറങ്ങി. അപ്പോഴേക്കും നാട്ടിലെത്തി, ട്രിവാൻഡ്രത്തെത്തി. നല്ല 3-3:30 സമയമായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. ഒരു വിധം എൻ്റെ അമ്മേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മേലെ കിടക്കാൻ. മേലെ കിടക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെയും പ്രശ്നമല്ല, കുട്ടികളൊക്കെ ഉള്ളാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. മറ്റേ ബാഗ് അവിടെ ചായ കുടിക്കണം. ചായ കുടിക്കാം അവിടെ. ഇതോ പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞു ബസ് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തിരക്കൊക്കെ കുറവായിരിക്കുമല്ലോ, നല്ല സ്പീഡിൽ പോവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബസ് കയറാം. ബസ് ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ചു. ചായ കുടിച്ചപ്പോൾ തന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടിയ പോലെ. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഹായ് ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്. ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു. മിസ്സെന്നെ കാണുന്നില്ലേ?